ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സേഫല്ലേ? ഭയങ്കര മഴയല്ലേ? റെഡ് അലേർട്ടായിട്ട് കാസർഗോഡ് സ്കൂളും ഇല്ല, മദ്രസയും ഇല്ല. ഒരാഴ്ചൻ്റെ അടുത്തായി സ്കൂളും മദ്രസ ഒന്നും ഇല്ലാണ്ട്. സ്കൂളും മദ്രസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എണിച്ചിനത് ഇന്ന്. എണിക്കാൻ ലേറ്റാകുന്നത് മാത്രം. പിള്ളേരെല്ലാം രാവിലെ എണിച്ചിട്ടുണ്ടാകുന്നു. സ്കൂളുണ്ട ദിവസം രാവിലെ എണിക്കുകയല്ല, സ്കൂളില്ലാത്ത ദിവസം രാവിലെ എണിച്ചിട്ട് ഇരുന്നിട്ടുണ്ടാവും. അതെല്ലാവരുടെ പേരെല്ലാം അങ്ങനെയല്ല അവസ്ഥ. എനിക്ക് തോന്നുന്നത് എല്ലാവരുടെ പേരെല്ലാം അങ്ങനെ ആയിട്ടുണ്ടാവും. സ്കൂളുണ്ടാകുമ്പോൾ രാവിലെ എണിക്കുന്നില്ല, എത്ര വിളിക്കണോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചായ എല്ലാം കുടിച്ച് പിന്നെ ദോശൻ്റെ മാവ് അരച്ചിട്ട് ഫ്രിഡ്ജിലുണ്ടായിന്. അതുകൊണ്ട് എല്ലാം എളുപ്പത്തിലാണ്. പിന്നെ കറി ആയെങ്കിലും അങ്ങനെ എന്തെങ്കിലും കറി രാത്രി മുമ്പത്തെ ദിവസമായിട്ട് വെച്ചിട്ട് കറി റെഡി ഉണ്ടെങ്കിൽ നമുക്ക് പണിയെല്ലാം എളുപ്പത്തിലാണ്. ഇല്ലെങ്കിൽ രാവിലെ എണിച്ചിട്ട് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാന്നില്ലേ. സ്കൂളിലേക്ക് അയക്കേണ്ട ദിവസമായെങ്കിലും അങ്ങനെ രാവിലെ എണിച്ചിട്ട് കറി ഇതെല്ലാം ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. ഓരോ ദിവസം നല്ല മൂഡുണ്ടാവും. നല്ല മൂഡുള്ള ദിവസം നല്ല വെറൈറ്റി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാം, എന്തെങ്കിലും ആക്കാലെല്ലാം ഉണ്ടാക്കും. ഓരോ ദിവസം എന്ത് മൂഡുണ്ടാവില്ല, അപ്പം മടി പിടിച്ചിട്ട് അവിടെ ഇരിക്കും. പിള്ളേരെല്ലാം രാവിലെ എണിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് കളറ് കൊടുക്കുന്നതും എഴുതുന്നതും എന്തെല്ലാം ഉണ്ട് കഴിഞ്ഞാൽ അപ്പോൾ പറയും രാത്രി കിടക്കുമ്പോൾ തന്നെ നാളെ സ്കൂളും ഇല്ല മദ്രസയിലും ഉമ്മനെ രാവിലെ വിളിക്കണ്ട എന്നെല്ലാം പറഞ്ഞിട്ട് കിടക്കും. ഇല്ലെങ്കിൽ രാവിലെ എണിച്ചിട്ട് തുടങ്ങും വിളിക്കാൻ. അങ്ങനെ രാവിലെ ഒരു എണിച്ചിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിന് എണിക്കുമ്പോഴത്തേക്ക്. സ്കൂളുണ്ടായിട്ടാന്ന് മാത്രം ഓൺലൈൻ ക്ലാസ്സും ഉണ്ടായിന്, വർക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിന്. അങ്ങനെ ഓള് വർക്കെല്ലാം ചെയ്ത് ക്ലാസ്സെല്ലാം അറ്റൻഡാക്കി. പിന്നെ ഭയങ്കര മഴയെല്ലാം ഉണ്ടായിന്. ഇന്ന് രാവിലെ മുതലേ റെഡ് അലേർട്ട് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഒരു ദിവസം റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ട് കൊടുത്ത ദിവസം മഴ ഉണ്ടാവില്ല, എന്തുണ്ടാവില്ല. ഇന്ന് പക്ഷേ രാവിലെ തന്നെ തുടങ്ങിന് ഭയങ്കര മഴയും കാറ്റെല്ലാം ഉണ്ടായിന് ഇന്ന്. പിന്നെ ചായൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ചോറിൻ്റെ പ്രിപ്പറേഷനെല്ലാം തുടങ്ങി. അത് പിന്നെ നമുക്ക് അങ്ങനെയല്ലേ, രാവിലത്തെ കഴിഞ്ഞാൽ ഉച്ചക്ക് കഴിഞ്ഞാൽ പിന്നെ രാത്രി തന്നെയല്ലേ നമുക്ക് പിന്നെ പണി. അങ്ങനെ ചോറെല്ലാം അടുപ്പത്ത് വെച്ച് പിന്നെ ഇന്ന് മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ മീൻ കിട്ടലുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച തൊട്ട് മീൻ വന്നിട്ട. അങ്ങനെ പച്ചപ്പയറുണ്ടല്ലോ, പച്ചപ്പയർ കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കനും ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മീൻ വരുമെന്ന് പറഞ്ഞിട്ട് കുറേ വെയിറ്റ് ആക്കി. എന്നിട്ട് സമയം പോയതേ അറിഞ്ഞിട്ട് ഞങ്ങൾക്ക്. അങ്ങനെ സമയം കുറേ ലേറ്റായിട്ടുണ്ടായിന്. പിന്നെ ഞാൻ പെട്ടെന്ന് കുളിച്ച് നിസ്കരിച്ചിട്ടെല്ലാം ആയിട്ടിട്ട് ബാക്കിയുള്ള പണിയല്ലോ തുടങ്ങി. പെട്ടെന്ന് കറിയും വെച്ച് പിള്ളേർ ആ ടൈമിന് പൈക്കുന്നു പറയാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ചിക്കന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് ഫ്രൈ ആക്കാൻ പെരക്കി വെച്ച്. ഞാൻ സാധാരണ എല്ലാവരും ആക്കുന്ന പോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതെല്ലാം ഇട്ടിട്ട് തന്നെയാണ് ഞാനും പെരക്കി വെച്ചത്. പിന്നെ കുറേ നേരം ഒന്ന് വെക്കാൻ സമയം ഉണ്ടായിട്ട, കുറേ ലേറ്റായില്ലേ. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഫ്രൈ ആക്കിയിട്ട് കൊടുത്തു ഞാൻ. അങ്ങനെ പിന്നെ ചോറെല്ലാം വെച്ച് ചോറ് വയ്ക്കുമ്പോൾ തന്നെ 3:30 മണിയെല്ലാം ആയിന്. ചോറെല്ലാം വെച്ചിട്ട് പിന്നെ കിച്ചണെല്ലാം ക്ലീൻ ആക്കിയിട്ട് പോയിട്ട് കുറച്ച് കിടന്നിട്ടായിട്ട് പിന്നെ പിള്ളേരെ കളിക്കാൻ വിളിക്കാനുള്ള ഓരോ ഫ്രണ്ട്സെല്ലാം വന്ന് പിന്നെ ഓരോ കളിക്കാൻ പോയിട്ട് അവളത്തേക്ക് ഭയങ്കര മഴയിട്ട് ഓർ പിന്നെ ഉള്ളിലേക്ക് തന്നെ വന്ന്. അങ്ങനെ പുള്ള കളിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ ചെടീൻ്റെ അടുത്തിലെല്ലാം പോയിട്ട് കുറച്ച് ചെടിയെല്ലാം നോക്കി. ഭയങ്കര മഴയെല്ലാം വന്നതല്ലേ, ചെടിയെല്ലാം എന്തായാലും കുറച്ച് നോക്കിയിട്ട് വന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയാണ് എടുക്കുന്നത്. പിന്നെ എനിക്ക് എടുക്കാൻ മടിയായി ഭയങ്കര. അങ്ങനെ എടുത്തേക്ക് ഞാൻ വീഡിയോ നിർത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇത്രയാണ് എടുത്തത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലത്തെ വ്ളോഗായിട്ട് ഞാൻ വരും. നിങ്ങൾ എല്ലാവരും എനിക്ക് സപ്പോർട്ടാക്കണം. എല്ലാവരും അപ്പോൾ സേഫായിട്ടിരിക്കുക, മയത്തൊന്ന് പുറത്തിറങ്ങാണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.